നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. അഹമ്മദാബാദ് വിമാന ദുരന്തം. ആ ഒരു ദുരന്തമുഖത്ത് നിന്ന് ഒട്ടും സുഖകരമായിട്ടുള്ള വാർത്തകളല്ല പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മിനിറ്റിലും മരണപ്പെട്ടവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, ഏറെ ആശങ്ക പരത്തിക്കൊണ്ട് തന്നെ മലയാളിയായിട്ടുള്ള ഒരു യുവതിയുടെ മരണവും ഈ ഒരു ദുരന്തമുഖത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ്. പത്തനംതിട്ട സ്വദേശിയായ രജിത ഗോപകുമാറാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ള മലയാളി. അവരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അഹമ്മദാബാദിൽ വിമാന ദുരന്തത്തിൽ മലയാളി രഞ്ജിത ഗോപകുമാർ ഉണ്ടായിരുന്നുവെന്നും ഇവർ മരണപ്പെട്ടതായിട്ടും സ്ഥിരീകരിക്കപ്പെടുന്നു. ജില്ലാ കളക്ടറാണ് ഈ കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. പത്തനംതിട്ട തിരുവല്ല പുല്ലാട്ട് സ്വദേശിയാണ് ഈ പറയുന്ന രഞ്ജിത. ലണ്ടനിൽ ജോലി ചെയ്യുന്ന രഞ്ജിത നാട്ടിൽ സർക്കാർ ജോലി ലഭിച്ചപ്പോൾ ഇതിൽ പ്രവേശിക്കാൻ വേണ്ടി നാട്ടിലേക്ക് എത്തുകയായിരുന്നു. സർക്കാർ ജോലിയിൽ നിന്ന് അവധിയെടുത്ത ശേഷം ലണ്ടനിലേക്ക് മടങ്ങിയപ്പോഴാണ് ഈ ഒരു ദുരന്തം ഈ ഒരു കുടുംബത്തെ തേടിയെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ലണ്ടനിലെ ജോലി സ്ഥലത്തേക്കുള്ള യാത്രയ്ക്കായി കഴിഞ്ഞ ദിവസമാണ് രഞ്ജിത വീട്ടിൽ നിന്നും പുറത്തു പോകുന്നത്. ഇവർ വിമാനത്തിലുണ്ടായിരുന്നു എന്നാണ് ആദ്യം വിമാനാധികൃതർ തിരുവല്ലയിലെ ബന്ധുക്കളെ വിളിച്ച് അറിയിച്ചിരുന്നത്. പക്ഷേ പിന്നീട് കൂടുതൽ കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരുന്നു. അതായത് മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് തിരുവല്ലയിൽ നിന്ന് രഞ്ജിത ചെന്നൈക്ക് ട്രെയിനിൽ പോയത് എന്നാണ് വിവരം. അവിടെ നിന്ന് അഹമ്മദാബാദിലേക്ക് വിമാനത്തിൽ യാത്ര ചെയ്യാനായിരുന്നു. അവിടെ നിന്ന് അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ ലണ്ടനിലേക്ക് പോകാനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. പാസഞ്ചർ ലിസ്റ്റിൽ രഞ്ജിതയും ഉണ്ടായിരുന്നു. രഞ്ജിത ലണ്ടനിലാണ് ജോലി ചെയ്ത് വന്നിരുന്നത്. നാട്ടിൽ സർക്കാർ ജോലി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു യാത്ര. ജോലിയിൽ പ്രവേശിച്ച ശേഷം അവധിക്ക് അപേക്ഷ നൽകി ലണ്ടനിലെ ജോലി രാജിവെക്കാൻ വേണ്ടി പോയിരുന്നതായിരുന്നു രജിത എന്നുള്ളത് നാട്ടുകാരെ ഒന്നടങ്കം സങ്കടപ്പെടുത്തുകയാണ്. കാരണം ആ കുടുംബത്തിലെ ഏക അത്താണിയാണ് ഇത്തരത്തിലൊരു മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. അപകടത്തിൽപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. അമ്മയും 10ലും 7ലും പഠിക്കുന്ന 2 മക്കളും അടങ്ങുന്ന കുടുംബമാണ് രജിതയുടേത്. കൊച്ചുകുട്ടികളും അമ്മയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ രഞ്ജിതയുടെ വിയോഗം നാട്ടുകാരെ ഒന്നടങ്കം നെഞ്ചെടുപ്പ് കൂട്ടുന്ന ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. ഇവർ അപകട വിവരം അറിഞ്ഞ് ആശങ്കയിൽ നിൽക്കുന്ന കാര്യം തന്നെയാണ്. ആ കുഞ്ഞിൻ്റെയൊക്കെ കരച്ചിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം കാണാനുള്ളത്. ബന്ധുക്കളും നാട്ടുകാരും സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട്. നിർമ്മാണത്തിലായിരിക്കുന്ന വീടാണ് ഇവരുടേത്. ഈ ഒരു വീട് പണിയൊക്കെ രഞ്ജിതയുടെ നേതൃത്വത്തിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ വളരെ വൈകാരികമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് പത്തനംതിട്ടയിൽ നിന്നും പുറത്തു വരുന്നത്. സർക്കാർ ഇടപെട്ട് എത്രയും വേഗം രഞ്ജിതയുടെ കാര്യത്തിൽ വ്യക്തത ഉണ്ടാക്കുകയാണ് എന്ന് രഞ്ജിതയുടെ കാര്യത്തിൽ ഉണ്ടാക്കി എന്നുമൊക്കെയാണ് നാട്ടുകാർ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അഹമ്മദാബാദിലെ വിമാന അപകടം ഞെട്ടിക്കുന്നതാണ് എന്നാണ്. അതേസമയത്ത് മറുവശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഹൃദയഭേദകമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് പരാമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ദുഃഖകരമായിട്ടുള്ള ഈ ഒരു സമയത്ത് തൻ്റെ ചിന്തകൾ ദുരന്തം ബാധിച്ച എല്ലാവരോടും ഒപ്പം തന്നെ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അഹമ്മദാബാദിലെ ദുരന്തം നമ്മെ ഞെട്ടിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വാക്കുകൾക്ക് വിവരിക്കാനാകാത്ത വിധം ഹൃദയഭേദകമായിട്ടുള്ള ഒരു അപകടം. ഈ ദുഃഖകരമായിട്ടുള്ള സമയത്ത് എൻ്റെ ചിന്തകളൊക്കെ തന്നെ ദുരന്തം ബാധിച്ച എല്ലാവരോടും ഒപ്പമായിരിക്കും. ദുരന്തബാധിതരെ സഹായിക്കാനായി രംഗത്തുള്ള മന്ത്രിമാരുമായിട്ടും അധികാരികളുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. സംഭവത്തിൽ അതിയായ ദുഃഖമുണ്ട് എന്നും വിവരണാതീതമായിട്ടുള്ള ദുഃഖത്തിൻ്റെ ഈ മണിക്കൂറിൽ രാഷ്ട്രം അവർക്കൊപ്പം നിൽക്കുമെന്നുമാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും എക്സിൽ കുറിച്ചത്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എല്ലാ സേവനങ്ങളും താൽക്കാലികമായിട്ട് നിർത്തിവെച്ചതായിട്ടാണ് അധികൃതരും അറിയിച്ചിരിക്കുന്നത്. വിമാനത്താവളം പ്രവർത്തനം നിർത്തിയെന്നും ഇനി ഈ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ എല്ലാ വിമാനങ്ങളും സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു എന്നുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ AI-171 വിമാനമാണ് പറന്നുയർന്ന് ഉടൻ തന്നെ തകർന്നു വീണ ഈ ഒരു ദുരന്തമായി മാറിയിരിക്കുന്നത്. ബോയിങ് 787-8 ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട വിമാനത്തിൽ 230 യാത്രക്കാരും 12 ജീവനക്കാരുമായിട്ട് 242 പേരായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് വിവരം. 2 പൈലറ്റുമാർ, 10 ക്യാബിൻ ക്രൂ അംഗങ്ങൾ എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്. യാത്രക്കാരിൽ 169 ഇന്ത്യക്കാരും 53 ബ്രിട്ടീഷ് പൗരന്മാരുമായിരുന്നു. 7 പോർച്ചുഗീസ് പൗരന്മാരും 1 കനേഡിയൻ പൗരനുമാണ് വിമാനത്തിലുള്ളതെന്നാണ് വിവരം.
അതിൽ ഒരു മലയാളി ഉണ്ട് എന്നുള്ളതാണ് ഏറെ സങ്കടം. മറ്റ് ആളുകളുടെയൊക്കെ മൃതദേഹം ആരാണ് എന്താണ് എന്നതൊക്കെ സ്ഥിരീകരിച്ച് വരികയാണ്. എന്തായാലും അതേസമയം അപകടം ഉണ്ടായ സ്ഥലത്ത് നിന്ന് ആ ഒരു പ്രദേശത്ത് നിന്നും പല മരണ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പ്രധാനം ഈ വിമാനം ചെന്നിടിച്ചത് ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിലായിരുന്നു. ആ ഹോസ്റ്റലിലുള്ള 3ഓളം വിദ്യാർത്ഥികളും ഈ അപകടത്തിൽ മരണപ്പെട്ടു എന്നാണ് വിവരം.